എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 അഞ്ചാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ 6ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times ദി സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. അപ്പൊ ചോദ്യം ഇപ്പോൾ നല്ലവണ്ണം വായിച്ചു നോക്കാം. എ 2-digit നമ്പർ അല്ലെ, അതായത് ഒരു രണ്ടക്ക സംഖ്യ, അതിലെ എന്താണ് ഡിജിറ്റുകളുടെ സം, അതായത് അക്കങ്ങളുടെ തുകയുടെ 6 times 6 മടങ്ങാണ്. ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ ദി നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദി ഡിജിറ്റ്സ് ഈസ് 9 more than 4 times ദി സം ഓഫ് ദി ഡിജിറ്റ്സ്. അതെന്താണ് പറഞ്ഞത്? ഇതിന്റെ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമ്മൾ മുമ്പ് ഇതേപോലത്തെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഇതിന്റെ അക്കങ്ങൾ അങ്ങോട്ടും, അതായത് പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ, അതായത് അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ എത്ര കൂടുതലാണ്? 9 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇക്വേഷനിലേക്ക് എത്തണം. ക്ലിയർ ആയില്ലേ? അപ്പൊ ആദ്യം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എ 2-digit നമ്പർ ആണ് അല്ലെ, ഒരു രണ്ടക്ക സംഖ്യയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് രണ്ടക്ക സംഖ്യ എക്സും വൈയും വെച്ച് എഴുതണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ടെൻസിന്റെ പ്ലേസിലുള്ളത് എക്സ് ആണെന്ന് വിചാരിക്കുക, വൺസിന്റെ പ്ലേസിലുള്ളത് വൈ ആണെന്ന് വിചാരിക്കുക. ഡിജിറ്റ് ഇൻ ടെൻസ് പ്ലേസ് അല്ലെ, അതായത് 10ന്റെ സ്ഥാനത്തെ അക്കം ഏതാണ്? എക്സ് എന്ന് കൊടുത്തു. നമ്മൾ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സീക്വൽ എന്താണ്? വൈ എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംഖ്യ ഏതായിരിക്കും? സംഖ്യ നമ്പർ, നമ്മളിത് ആ ക്ലാസ്സിൽ അല്ലെ ഇതേപോലത്തെ ഒരു ചോദ്യം ചെയ്തിരുന്നു, അതിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്പർ ഏതായിരിക്കും? ടെൻസിന്റെ പ്ലേസിൽ എക്സ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ 10 കൊണ്ട് എക്സിനെ ഗുണിക്കും, പ്ലസ് വൺസിന്റെ സ്ഥാനത്ത് ഏതാ? വൈ ആണ് അല്ലെ, പ്ലസ് വൈ എന്ന് എഴുതും അല്ലെ. അപ്പൊ നമ്മൾ ആ ക്ലാസ്സിൽ അല്ലെ ഇതിനു മുമ്പ് ഇതേ ടൈപ്പ് ചോദ്യം ചെയ്തിരുന്നു, അതിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്പർ ഏതായിരിക്കും? 10x പ്ലസ് ഒറ്റയുടെ സ്ഥാനത്ത് വൈ അല്ലെ. അപ്പൊ 10x പ്ലസ് വൈ, ഇതാണ് നമ്മുടെ സംഖ്യ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നേ. എ 2-digit നമ്പർ ഈസ്, അപ്പൊ നമ്മുടെ 2-digit നമ്പർ ഏതാണ്? ഇതാണ് നമ്മുടെ 2-digit നമ്പർ അല്ലെ. അപ്പൊ എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു ദി 6 times ദി സം ഓഫ് ദി ഇറ്റ്സ് ഡിജിറ്റ് അല്ലെ. അപ്പൊ ഈ സംഖ്യ ഈ ഡിജിറ്റുകളുടെ സം അല്ലെ, ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? എക്സും വൈയും, ഇതാണ് ഡിജിറ്റുകൾ. അതിന്റെ സം എന്ന് പറഞ്ഞാൽ അത് കൂട്ടുന്നു അല്ലെ. അപ്പൊ കൂട്ടുന്നു, അപ്പൊ എക്സ് പ്ലസ് വൈ, മനസ്സിലായില്ലേ? എക്സ് പ്ലസ് വൈ. അപ്പൊ അതിന്റെ എത്ര ടൈംസ് ആണ്? 6 times ആണ്, 6 ഇരട്ടിയാണ് അല്ലെ. അപ്പൊ ഈ സംഖ്യ എന്ന് പറഞ്ഞാൽ 10x പ്ലസ് വൈ അല്ലെ, ഇതാണ് നമ്മുടെ സംഖ്യ. ആ സംഖ്യ ഈ ഡിജിറ്റുകളുടെ എക്സും വൈ അല്ലേ. അപ്പൊ എക്സും വൈ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ നോക്കിയ 67 വിചാരിക്കുക സംഖ്യ. അപ്പൊ ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? 6ഉം 7ഉം കൂടി കൂട്ടണം അല്ലെ. 6ഉം 7ഉം 13, ഇതാണ് സം. അതുപോലെ നമ്മൾ ഏതെന്ന് വിചാരിച്ചു? ടെൻസിന്റെ സ്ഥാനത്ത് എക്സ് ആണെന്ന് വിചാരിച്ചു, വൺസിന്റെ സ്ഥാനത്ത് വൈ ആണെന്ന് വിചാരിച്ചു അല്ലെ. അപ്പൊ നമ്മളിവിടെ എക്സും വൈ ആണെന്ന് വിചാരിച്ചു ഇതിന് പകരം, മനസ്സിലായി? സംഖ്യ നമുക്കറിയില്ല, അപ്പൊ എക്സും വൈ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എക്സ് പ്ലസ് വൈ, 6+7 എന്ന് പറഞ്ഞ പോലെ എക്സ് പ്ലസ് വൈ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ സംഖ്യ, അതായത് നമുക്ക് സംഖ്യ കിട്ടിയിട്ടുണ്ട്. ഈ സംഖ്യ ഈ അക്കങ്ങളുടെ തുക അല്ലെ, അപ്പൊ എക്സും വൈയും കൂടി കൂട്ടാം, അതിന്റെ 6 ഇരട്ടി അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ നമുക്ക് 6 × എക്സ് പ്ലസ് വൈ അല്ലെ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ തുക, അതിന്റെ 6 ഇരട്ടി എന്ന് പറഞ്ഞാൽ 6 × എക്സ് പ്ലസ് വൈ. അതൊരു കാര്യം ചെയ്യാം, ആദ്യം ഇതിനെ തന്നെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം അല്ലെ. അപ്പൊ 10x പ്ലസ് വൈ ഇവിടെ നമുക്ക് നോക്കിയാൽ ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ 10x പ്ലസ് വൈ സീക്വൽ ടു നോക്കിയാൽ 6 × എക്സ് പ്ലസ് വൈ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? 6 കൊണ്ട് ഇതിനെ ഗുണിക്കണം, 6 കൊണ്ട് ഇതിനെയും ഗുണിക്കണം അല്ലെ. അപ്പൊ 6 × എക്സ് എത്ര വന്നു? 6x പ്ലസ് 6 × വൈ 6y. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സും വൈനൊക്കെ ഒരു ഭാഗത്ത് കാക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം നോക്കിയാൽ, ആദ്യം 10x പ്ലസ് വൈ ഇവിടെ ഉണ്ട്, അതവിടെ കെടുന്നോട്ടെ. ഇനി ഇവിടുത്തെ 6x ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അപ്പൊ -6x ആയി. ഇനി ഈ 6y ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അപ്പൊ നമുക്ക് -6y ആയി അല്ലെ. സീക്വൽ ടു, ഇനി ആരും ഇവിടെ ഉള്ളത്? ഇവിടെ ആരുമില്ല അല്ലെ. ഇവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആരുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 0. അപ്പൊ ഇവിടെ നോക്കിയാൽ 10x അല്ലെ, 10x ഉണ്ട്, പിന്നെ ഇവിടെ -6x. അപ്പൊ 10xൽ നിന്ന് 6x പോയി കഴിഞ്ഞാൽ എത്രയാണ്? 4x. അപ്പൊ 4x. ഇനി y നോക്കിയാൽ ഇവിടെ പ്ലസ് y ഉണ്ട്, ഇവിടെ -6y ഉണ്ട് അല്ലെ. അപ്പൊ -6yയും പ്ലസ് വൈയും അല്ലെ. അപ്പൊ പ്ലസ് ഒരു വൈയും ഇവിടെ -6y. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത്, വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അല്ലെ. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, അപ്പൊ 6ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പൊ 5 കിട്ടി. വലുതിന്റെ ചിഹ്നം മൈനസിന്, അപ്പൊ എത്ര വരും? -5y. ശ്രദ്ധിച്ച് ചിഹ്നങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കാം.
അപ്പോൾ -5y = 0. നമുക്ക് അവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ? ഇനി നമ്മളോട് അടുത്ത കാര്യം എന്താ പറഞ്ഞത്? ഇതിന്റെ അക്കങ്ങൾ പരസ്പരം മാറ്റി അല്ലെ? ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ 67 നമ്മൾ 76 നിട്ടി അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതുപോലെ xy എന്തായും y ഇപ്പുറത്ത് പോന്നു, x അപ്പുറത്ത് പോന്നു അല്ലെ? അതായത് ടെൻസിന്റെ സ്ഥാനത്ത് y വന്നു, വൺസിന്റെ സ്ഥാനത്ത് x പോയി. അങ്ങനെ മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ അല്ലെ? അപ്പൊ അങ്ങനെ മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ഏതായിരിക്കും? സംഖ്യ നോക്കിയാൽ ഇവിടെ നമ്പർ ഏതായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അപ്പോൾ കിട്ടുന്ന നമ്പർ ഏതായിരിക്കും? ടെൻസിന്റെ സ്ഥാനത്ത് ഏതായിരിക്കും? y ആയിരിക്കും അല്ലെ? y ആയിരിക്കും. വൺസിന്റെ സ്ഥാനത്ത് x ആയിരിക്കും അല്ലെ? അപ്പൊ ഇതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് എന്താ സംഖ്യ ഏതായിരിക്കും? 10 × y അല്ലെ? 10 × y പ്ലസ് എക്സ്. വൺസിന്റെ സ്ഥാനത്ത് എക്സ്. കണ്ട, ഇത് 10x + y ആയിരുന്നു, നേരെ മാറി അല്ലെ? 10y + x ആയി. ഇതാണ് പുതിയ സംഖ്യ. അപ്പൊ ഈ സംഖ്യ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? അക്കങ്ങളുടെ സം അല്ലെ? അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങ്, 4 ഇരട്ടിയേക്കാൾ 9 കൂടുതലാണ്. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സംഖ്യ, ഇപ്പോൾ കിട്ടിയ ഈ സംഖ്യ, അപ്പൊ നമുക്ക് ആ സംഖ്യ എഴുതാം. 10y + x. ഈ സംഖ്യ എന്താണ്? അക്കങ്ങളുടെ സം അല്ലെ? അക്കങ്ങളുടെ തുക. അപ്പൊ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ y + x അല്ലെ? y + x എന്ന് പറഞ്ഞാലും x + y എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെ അല്ലെ? അപ്പൊ അക്കങ്ങളുടെ തുക x + y അതിന്റെ 4 മടങ്ങ്, 4 ഇരട്ടി അല്ലെ? അപ്പൊ ഇതിനെന്ത് വേണം? ഈ തുകയെ എന്തുകൊണ്ട് ഗുണിക്കണം? നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ 4 × x + y. അപ്പൊ 4 കൊണ്ട് ഗുണിച്ചു ഇതിനെ. അപ്പൊ 4 ഇരട്ടിയേക്കാൾ എത്ര കൂടുതലാണ്? 9 കൂടുതലും ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ 9 കൂട്ടണം. കണ്ട, അപ്പൊ ഇത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പൊ 10y + x = 4 × x + y + 9. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ ഈ ബ്രാക്കറ്റ് ആയി നമുക്കൊന്ന് പൊട്ടിക്കാം അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം വരും? 4 കൊണ്ട് x ഗുണിക്കേണ്ടി വരും, 4 കൊണ്ട് y ഗുണിക്കേണ്ടി വരും അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ 10y + x = 4 × x 4x പ്ലസ് 4 × y 4y പ്ലസ് 9. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പോലെ ചെയ്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യാം? എക്സിനെ വൈക്ക് ഒരു ഭാഗത്താക്കാം. അപ്പൊ നോക്കിയാൽ ആദ്യം നമുക്ക് ഇവിടെ ഉള്ള എഴുതാം 10y + x അല്ലെ? ഇനി ഇവിടെ 4x ഉണ്ട്, ഇങ്ങോട്ടും കൊണ്ടുവരുന്നു, അപ്പൊ -4x ആയി. ഇനി 4y ഇങ്ങോട്ടും കൊണ്ടുവരുന്നു, -4y ആയി. ഇത് കഴിഞ്ഞ് എക്സും വൈയും കഴിഞ്ഞു അല്ലെ? ഇനി ഇവിടെ ആരുണ്ട്? 9 മാത്രമല്ല. അപ്പൊ അത് അവിടെ തന്നെ എഴുതുന്നുണ്ട്. അപ്പൊ = 9. ഇനി ഇവിടെ നോക്കിയാൽ ആദ്യം എക്സിനെ പിടിക്കാം. നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു എക്സ്, ഇപ്പൊ പോസിറ്റീവ് എക്സ്, ഇവിടെ -4x അല്ലെ? അപ്പൊ എന്ത് വേണം? ഒരെക്സും -4x അല്ലെ? അപ്പൊ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, വലുതിൽ നിന്ന് ചേർത്ത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പൊ 4ൽ നിന്ന് 1 കുറച്ചു, 3 കിട്ടി. വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? -3x അല്ലെ? അപ്പൊ -3x. ഇനി y, ഇവിടെ നോക്കിയാൽ 10y ഉണ്ട്, ഇവിടെ -4y അല്ലെ? അപ്പൊ 10y നിന്ന് 4y പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ട് ബാക്കി? 6y. അപ്പൊ 3x + 6y = 9. അപ്പൊ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടി അല്ലെ? -3x + 6y = 9. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടിയിട്ടുണ്ട് അല്ലെ? 1 കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ 2 ഇക്വേഷൻ കിട്ടി അല്ലെ? അപ്പൊ ഈ 2 ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ 2 ഇക്വേഷൻ നമുക്കൊന്ന് ഇവിടെ നിന്ന് എടുത്തെഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ 2 ഇക്വേഷനുകൾ അല്ലെ? ഇനി നമുക്ക് എന്ത് വേണം? ഇതിന്റെ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് വേണം നോക്കിയാൽ, ഇവിടെ ആദ്യം നമ്മൾ എന്ത് വേണം? ഒരാൾ ഒഴിവാക്കണം. അപ്പൊ കോഎഫിഷ്യന്റ് നോക്കിയാൽ ഇവിടെ 4 ആണ്, ഇവിടെ -3 ആണ് അല്ലെ? 2 വ്യത്യാസമുണ്ട്. ഇവിടെയും 5, 6 വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ എന്ത് ചെയ്യേണ്ടി വരും? ഈ 3 കൊണ്ട് ഗുണിക്കണം അല്ലെ? അതുപോലെ തന്നെ ഈ ഇക്വേഷനെ ഈ 4 കൊണ്ട് ഗുണിക്കണം അല്ലെ? നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇക്വേഷൻ നമ്പർ 1നെ 1 × ഇവിടെ നോക്കിയാൽ ഇവിടെ -3 ആണ് അല്ലെ? അപ്പൊ നമ്മൾ നെഗറ്റീവ് എടുക്കണ്ട, ഈ സംഖ്യ മാത്രം എടുത്താൽ മതി. × 3. ക്ലിയർ ആയില്ലേ? അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുന്നു. 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും നോക്കിയാൽ? 3 × 4x 12x മൈനസ് 3 × 5y അല്ലെ? 15y = 3 × 0 0 അല്ലെ? അപ്പൊ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 2നെ അല്ലെ? ഇതിനെ ഏതുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം, ഇക്വേഷൻ നമ്പർ 2നെ ഏതുകൊണ്ട് ഗുണിക്കുന്നു? 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? 4 × -3x അല്ലെ? പോസിറ്റീവിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് എത്ര കിട്ടും അല്ലെ? അപ്പൊ -4 × 3 12x അല്ലെ?
അപ്പം -12x ഇനി 4 × 6 അല്ലെ 4 × 6 എത്ര 24 അല്ലെ അപ്പൊ പ്ലസ് 24y ഈക്വൽ ടു 4 × 9 36 അല്ലെ 36. അപ്പൊ ഇത് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ. ഇപ്പൊ നോക്കിയേ എക്സിന്റെ കോഫിഷ്യന്റ് നോക്കിയാൽ ഇവിടെ 12 ഇവിടെ 12 അല്ലേ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ട്. എന്താണ് ഇവിടെ നെഗറ്റീവ് ആണ് അല്ലെ. ഇവിടെ പോസിറ്റീവ് 12 ഇവിടെ നെഗറ്റീവ് 12 അല്ലെ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എക്സിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും നോക്കിയേ. ഇവിടെ നോക്കിയേ നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല അല്ലെ. രണ്ടും പോസിറ്റീവ് ആയാൽ ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്താവുള്ളൂ 0 ആയിപ്പോളൂ അല്ലെ. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കിയേ 12 നിന്ന് മൈനസ് എന്ത് 12 നിന്ന് കുറയ്ക്കണ -12 അല്ലെ. -12 അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് പ്ലസ് ആയി മാറി അല്ലെ. പ്ലസ് ആയി മാറി. അപ്പൊ 12 24 ഉത്തരം കിട്ടും. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അപ്പൊ നെഗറ്റീവ് നോക്കിയാൽ നമുക്കറിയാം -5ഉം +5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ 0 അല്ലെ. -6ഉം +6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 അല്ലെ. അപ്പൊ അതുപോലെ -12 +12 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ ചിഹ്നം വ്യത്യാസമാണ്. ചിഹ്നം വ്യത്യാസമായതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്, അല്ലാണ്ട് മൈനസ് ചെയ്യല്ല. അപ്പൊ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുക അല്ലെ, കുറയ്ക്കുക. ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിലോ ആഡ് ചെയ്യുക. അപ്പൊ അക്കാര്യം മറക്കരുത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 3ഉം ഇക്വേഷൻ നമ്പർ 4ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പൊ +12 -12 തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടി? 0 കിട്ടി നമുക്ക് അല്ലെ. 0 കിട്ടി. ഇനി -15y-ഉം +24y-ഉം അല്ലെ തമ്മിൽ ആഡ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? ഇവിടെ നോക്കി ആഡ് ചെയ്യുമ്പോൾ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം അല്ലെ. അതായത് 24 നിന്ന് 15 കുറയ്ക്കണം. 24 നിന്ന് 15 കുറച്ച് എത്ര കിട്ടും നമുക്ക്? 9 അല്ലെ. 9 കിട്ടി. വലുതിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ വലുത് ഏതാണ്? പോസിറ്റീവ് അല്ലെ. അപ്പൊ +9y ഈക്വൽ ടു എന്ത് വരും? ഇവ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36. അപ്പൊ 9y ഈക്വൽ ടു 36. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്ത് വരും? 36/9 ഈക്വൽ ടു 4. അത് ക്ലിയർ ആയില്ലേ? അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ എടുക്കാം. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം. നമുക്ക് എന്താണിത്? 4x - 5y ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ അത് എഴുതാൻ നമുക്ക് നോക്കിയാൽ 4x - 5y ഈക്വൽ ടു 0. അപ്പൊ അതില് 4x - 5y 5 × yയുടെ വാല്യൂ 4 ഈക്വൽ ടു 0 അല്ലെ. ഇനി 4x - 5 × 4 20 അല്ലെ. 20 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 4xന്റെ വാല്യൂ എത്രയായിരിക്കും? 4x ഈക്വൽ ടു എന്ത് വരും? ഈ -20 അങ്ങോട്ട് പോകുമ്പോ +20 ആയി അല്ലെ. 20. അപ്പൊ x എത്രയായിരിക്കും? x ഈക്വൽ ടു 20/4 അല്ലെ. 20/4 5. അപ്പൊ നമ്മളോട് നോക്കിയ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്പർ സംഖ്യ ഏതായിരിക്കും? ടെൻസിന്റെ സ്ഥാനത്ത് x അല്ലെ. എക്സിന്റെ വാല്യൂ എത്രയാണ്? 5 കിട്ടി. വൺസിന്റെ സ്ഥാനത്ത് y അല്ലെ. ഇവിടെ എത്രയാണ്? 4 കിട്ടി അല്ലെ. അപ്പൊ നമ്പർ ഏതായിരിക്കും? നമ്പർ 54. അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലെ. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 11 added to a number gives twice another number. അതായത് ഒരു സംഖ്യയോട് കൂടിയിട്ട് 11 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? അടുത്ത സംഖ്യ കിട്ടി, വേറൊരു സംഖ്യ കിട്ടി. പിന്നെയോ 20 added to the second number gives twice the first number. രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 അല്ലെ 20 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ്? സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. രണ്ട് സംഖ്യകളാണ് ഇവിടെ അല്ലെ. അപ്പൊ രണ്ട് സംഖ്യകളാണ്. ഒരു സംഖ്യ നമുക്ക് x എന്ന് കൊടുക്കാം, അടുത്ത സംഖ്യക്ക് നമുക്ക് y എന്ന് കൊടുക്കാം. നമ്പേഴ്സ് അല്ലെ, സംഖ്യകൾ എക്സും വൈയും. ഇതാണ് നമ്മുടെ രണ്ട് സംഖ്യ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 ആഡ് ചെയ്ത് അല്ലെ. ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 ആഡ് ചെയ്തപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടി കിട്ടി അല്ലെ. അപ്പൊ ആദ്യത്തെ സംഖ്യയുടെ കൂടെ 11 കൂട്ടിയപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സംഖ്യ. അപ്പൊ ഇതിന്റെ കൂടെ 11 കൂട്ടുന്നു. നോക്കിയേ, എക്സ് ആണ് ആദ്യത്തെ സംഖ്യ, അതിന്റെ കൂടെ ഞാൻ 11 കൂട്ടുന്നു. അപ്പൊ എന്ത് കിട്ടി എന്നാ പറഞ്ഞത്? രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടി കിട്ടി അല്ലെ. അപ്പൊ രണ്ടാമത്തെ സംഖ്യ y ആണ്, അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞ എന്താണ്? അതിന് 2 കൊണ്ട് ഗുണിച്ചാൽ അല്ലെ, അതായത് 2y കിട്ടി. ക്ലിയർ ആണല്ലോ? 2y കണ്ട.
അപ്പൊ എക്സ് പ്ലസ് 11 ആദ്യത്തെ സംഖ്യയുടെ 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടി കിട്ടി അല്ലെ. അപ്പൊ 2 ഇൻറ്റു വൈ, രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടി നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. ഇതിനെ നമുക്ക് നോക്കിയാൽ നമുക്ക് എക്സും വൈനെ ഒരു ഭാഗത്താക്കിയിട്ട് ഇത് നമുക്ക് ഒരു ഇക്വേഷൻ ആക്കാം അല്ലെ. അപ്പൊ എക്സ് നോക്കിയാൽ എക്സ് ഇവിടെ ഉണ്ട്, എക്സ്. ഇനി നമുക്ക് വൈന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഈ 2 വൈ ഇങ്ങോട്ട് വരുമ്പോൾ -2 വൈ ഈക്വൽ ടു ഈ സംഖ്യ അല്ലെ. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. 11 അങ്ങോട്ട് പോകുമ്പോൾ -11. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ എക്സ് -2 വൈ ഈക്വൽ ടു -11 അല്ലെ. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ എടുക്കട്ടെ കേട്ടാ. ഇനി നമുക്ക് അവർ അടുത്ത് പറഞ്ഞ കാര്യം നോക്കാം. 20 ആഡഡ് ടു ദി സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഗീവ്സ് ട്വൈസ് ദി ഫസ്റ്റ് നമ്പർ, അതായത് ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ രണ്ടാമത്തെ സംഖ്യയുടെ കൂടി 20 കൂട്ടിയപ്പോൾ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ സംഖ്യ, ഇതിന്റെ കൂടെ 20 ആഡ് ചെയ്തപ്പോൾ അല്ലെ. അപ്പൊ വൈയുടെ കൂടെ y പ്ലസ് 20, അപ്പൊ രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ 20 ആഡ് ചെയ്തപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി കിട്ടി അല്ലെ. ആദ്യത്തെ സംഖ്യ x ആണ്, അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2x അല്ലെ, 2x. കണ്ട. അപ്പൊ y പ്ലസ് 20 രണ്ടാമത്തെ സംഖ്യയുടെ 20 കൂട്ടിയപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഇവിടെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? ഒന്ന് ഓർഡറിലാക്കാം. അപ്പൊ ആദ്യം നമുക്ക് എക്സും അല്ലെ, എക്സും വൈനൊക്കെ ഒരു ഭാഗത്താക്കാം. ഈ 20 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ നോക്കിയാൽ ഇവിടെ y ആണ് അല്ലെ. ഈ 2x നമുക്ക് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്യാം? -2x ആയി. ഇനി ഇവിടെ ആരുണ്ട്? ഇവിടെ പ്ലസ് y അവിടെ എടുക്കുന്നുണ്ട് അല്ലെ. ഈ 20 നമുക്ക് വേണ്ട, ഇങ്ങോട്ട് പോന്നോട്ടെ. ഈക്വൽ ടു ഈ 20 അങ്ങോട്ട് പോകുമ്പോൾ -20. അപ്പൊ -2x പ്ലസ് y ഈക്വൽ ടു -20 അല്ലെ. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 കേട്ടാ. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? എക്സിന്റെയും വൈയുടെയും വാല്യൂ കാണണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കിയാൽ ഇവിടെ എത്രയാണ്? 1. ഇവിടെ എത്രയാണ്? -2 അല്ലെ. അതായത് ഇവിടെ വ്യത്യാസമുണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ -2 ആണ്, ഇവിടെ ആണെങ്കിൽ 1 ആണ് അല്ലെ. അപ്പൊ ഇവിടെയും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഇതിനെ സെയിം ആക്കണം. അപ്പൊ സെയിം ആക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ ഇവിടെ 1 അല്ലെ, ഇവിടെ 2 അല്ലെ. അപ്പൊ നമുക്ക് 1നെ 2 ആക്കാലോ. എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഈ ഇക്വേഷനെ ഗുണിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇവിടെ നമുക്ക് 2x കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സെയിം ആവും. ചിഹ്നം മാറും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യും? അക്കങ്ങൾ സെയിം ആയി കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അത് എഴുതാം. ഇക്വേഷൻ നമ്പർ 1നെ, അപ്പൊ 1 ഇക്വേഷൻ നമ്പർ 1നെ എന്തുകൊണ്ട് ഗുണിക്കുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. ക്ലിയർ ആണല്ലേ? 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്കിവിടെ 2x കിട്ടുള്ളൂ. അപ്പൊ നോക്കിയാൽ 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 2y 4y ഈക്വൽ ടു 2 ഇൻറ്റു -11 അല്ലേ. അപ്പൊ ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, അപ്പൊ നമുക്ക് മൈനസ് തന്നെ വരും. ഇനി 2 ഇൻറ്റു 11 22. അപ്പൊ ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നോക്കിയാൽ ഇവിടെ -2x കിട്ടി, ഇവിടെ നമുക്ക് 2x കിട്ടി. അപ്പൊ നമുക്ക് എക്സിന് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ എന്താണ് വിഷയം? ചിഹ്നം ശ്രദ്ധിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞു, ചിഹ്നം ശ്രദ്ധിക്കണം. ഇവിടെ ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നിൽ നിന്ന് അടുത്തത് മൈനസ് ചെയ്താൽ മതി അതല്ലേ, അതായത് കുറച്ചാൽ മതി. പക്ഷെ ഇവിടെ ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിലോ ആഡ് ചെയ്യണം, അവ തമ്മിൽ കൂട്ടണം അല്ലെ, എന്നാലും അത് ക്യാൻസൽ ആയി പോകുള്ളൂ. അത് മറക്കരുത്. അപ്പൊ ഇവിടെ ചിഹ്നം ഒരേ ചിഹ്നമല്ല, വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? ഇക്വേഷൻ നമ്പർ 2 പ്ലസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 പ്ലസ് ഇക്വേഷൻ നമ്പർ 3 രണ്ടും കൂടി ആഡ് ചെയ്യും. നമുക്ക് ആഡ് ചെയ്യാൻ കാരണം മനസ്സിലായില്ലേ? ചിഹ്നങ്ങൾ വ്യത്യാസമാണ് അല്ലെ. അപ്പൊ -2 പോസിറ്റീവ് 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0. അപ്പൊ -2x പോസിറ്റീവ് 2x നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ? 0 ആയി അല്ലെ. ഇനി നോക്കിയാൽ ഇവിടെ y ഇവിടെ -4y ഇവ തമ്മിൽ കൂട്ടിയാലോ ചിഹ്നം വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം അല്ലെ. അപ്പൊ വലുത് 4 ആണ്, 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ വരും 3 വരും. വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്, അതുകൊണ്ട് നമുക്ക് -3y. ഇവിടെ എന്ത് വരും നോക്കിയാൽ ഇവ തമ്മിൽ ആഡ് ചെയ്യുന്നു അല്ലെ. ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം തന്നെ ഇട്ട് കൊടുക്കുക അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അപ്പൊ ഇവിടെ ഒരേ ചിഹ്നം, രണ്ടും മൈനസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 20ഉം 22 എത്രയാണ്? 42. അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം നെഗറ്റീവ്. അപ്പൊ -3y ഈക്വൽ ടു -42 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു -42 ബൈ -3 അല്ലെ.
അപ്പോൾ ഇവിടെ നോക്കിയാൽ നെഗറ്റീവ് ബൈ നെഗറ്റീവ് ആണ്. ഒരു നെഗറ്റീവിന് വേറെ നെഗറ്റീവ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 2 നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താവും? ഉത്തരം പോസിറ്റീവ് ആണ് അല്ലേ, പ്ലസ് ആണ്. ഇനി 42 ഹരിക്കണം 3, 42 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കി എത്ര കിട്ടും നമുക്ക്? 14. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 14. ഇനി നമുക്ക് എന്താണ് എക്സിന്റെ വാല്യൂ കൊണ്ട് എടുക്കണം അല്ലേ? അതിൽ ഈ ഇക്വേഷൻ നോക്കിയാൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എക്സ് പ്ലസ് 11 ഈസ് ഈക്വൽ ടു 2y. എക്സ് പ്ലസ് 11 11 ഈസ് ഈക്വൽ ടു 2y. അപ്പൊ എക്സ് അല്ലേ, എക്സ് പ്ലസ് 11 ഈസ് ഈക്വൽ ടു 2y. 2 ഇൻറ്റു വൈയുടെ വാല്യൂ 14. അപ്പൊ എക്സ് പ്ലസ് 11 അല്ലേ സീക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 14 28. ഇനി ഇതിന് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ 28 അത് നമ്മൾ എഴുതി. ഈ 11 അങ്ങോട്ട് പോകുമ്പോൾ -11 അല്ലേ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 28 നിന്ന് 11 പോയി കഴിഞ്ഞാൽ 17. അപ്പൊ നമ്മുടെ രണ്ട് സംഖ്യകളിലെ രണ്ടാമത്തെ സംഖ്യ 14, ആദ്യത്തെ സംഖ്യ 17 അല്ലേ. മനസ്സിലായല്ലോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.